ഈ ഒരു ശുശ്രൂഷയിൽ കടന്നു വന്ന എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. മരി എൻ്റെ ലൈഫിൽ വന്നതിന് ശേഷം എൻ്റെ ലൈഫിൽ ജീവിതത്തിൽ എന്തൊക്കെ ഞാൻ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു, ലോകപരമായിട്ടല്ല ആത്മീയപരമായിട്ട്. എന്നോട് പറയാം, അച്ഛാ പാടണം, അച്ഛാ പ്രസംഗിക്കണം, അച്ഛാ ബൈബിൾ പഠിക്കണം, വചനം പഠിക്കണം, അച്ഛാ പ്രാർത്ഥിക്കണം. എപ്പോഴും എന്നോട് പറയും. എൻ്റെ ദേഷ്യത്തെ ഒക്കെ അവൾ മാറ്റിയത് സ്നേഹം കൊണ്ട്. ഇനിയും ഞാൻ വലിയ പാട്ടുകാരനൊന്നുമല്ല, ബീച്ചാൻ അറിയാം. എന്നോട് പറയും, നിങ്ങളൊരു ചൂസം പേഴ്സണാ അച്ഛ ഒരു ചൂസം പേഴ്സണാ എന്നോട് എപ്പോഴും പറയും. അവൾ പറയും, ഞാൻ എൻ്റെ പപ്പായെ ഞാനാ പ്രാർത്ഥിച്ച ശുശ്രൂഷയെ വിട്ടെ, അച്ഛയെ ഞാനാ വിടുന്നത്, അച്ഛ പാടണം ഇനി. അങ്ങനെ വീണ്ടും ജിതിൻ എൻ്റെ കയ്യിൽ മൈക്ക് തരുന്നത്. അവളെന്നെ BTH പഠിക്കാൻ ചേർത്തു. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. എന്നോട് പറഞ്ഞ MTH എടുക്കണം അച്ഛൻ, ഞാൻ എടുക്കും. എന്നെ ഏൽപ്പിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു കുടുംബത്തെ എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട്. ഒരച്ഛൻ, ഒരമ്മ, ആൻറ്റിയമ്മ, 2 അനിയത്തിമാർ. എന്നോട് പറയാം, അവർക്കൊന്നും ഒരു കുഴപ്പവും വരത്തില്ലേ. മുന്നോട്ടുള്ള ഓരോ കാര്യങ്ങളും കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് അവളെനിക്ക് പറഞ്ഞു തന്നുകൊണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു യാത്ര ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ദൈവത്തിൻ്റെ ഹിതം. എനിക്കറിയാം അവളവിടെ അപ്പൻ്റെ അടുത്താണ്. കണ്ണുനീരില്ലാത്ത ഒരു പ്രശ്നമില്ലാത്ത സന്തോഷമുള്ളൊരു ദേശത്ത് അവളെന്ന് എനിക്കറിയാം. ഞാൻ കാണും. ഇനി എൻ്റെ അങ്ങോട്ടുള്ള ഓരോ ദിവസവും അതിനു വേണ്ടിയായിരിക്കും. എൻ്റെ ജീവിതത്തിൽ എനിക്ക് നികത്താൻ പാടാത്തൊരു വിടവാണ് അത്. പക്ഷേ ഈ കുറഞ്ഞ നാൾ കൊണ്ട് ഒരു കുന്ന് സ്നേഹം തന്നിട്ടാണ് പോയി. എൻ്റെ കുഞ്ഞിന് ഞാൻ മെറിയെന്ന് വിളിക്കുമ്പോൾ എന്നോട് പറയും, അച്ഛക്ക് എന്നെ കുഞ്ഞെന്നോ വാവേന്നൊക്കെ വിളിച്ചാൽ എന്താ, എന്നെ അങ്ങനെ വിളിച്ചാൽ മതി. അത് പിന്നെ ഞാൻ കുഞ്ഞെന്നും വാവേന്നൊക്കെ വിളിക്കുന്നു. എൻ്റെ കുഞ്ഞാണ് അവൾ, ഇപ്പോഴും എൻ്റെ കുഞ്ഞ്. അവളുറങ്ങട്ടെ. ഞങ്ങളൊരു ദിവസം ഞങ്ങൾ കാണും. അമ്മാർക്കരയിൽ ലഭിച്ച അമ്മാർക്കരയിൽ നമ്മൾ കാണും. അയ്യുമ്പങ്ങളുള്ള പരദേശം ഞങ്ങൾ കാണും. ആരും കരയില്ല കേട്ടോ. അവളെ യാത്രയാക്കുമ്പോൾ അവർക്ക് ആരും കരയുന്ന ഇഷ്ടമല്ല. കരയില്ല, ആരും കരയില്ല. കടന്നു വന്ന എല്ലാവർക്കും ക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹം.